മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സ് 10 മൊഡ്യൂൾ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിലെ 10ാമത്തെ മൊഡ്യൂൾ ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ് ആണ്. കുറച്ച് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. പോരെ, നോക്ക്. ലേസർ നോക്കിക്കോണേ. ലേസർ നിങ്ങൾക്ക് അറിയാമോ? ലേസർ എന്തൊക്കെ അറിയാം നിങ്ങൾക്ക് ലേസറിനെ പറ്റി? ശ്രദ്ധിച്ചോ. ലേസർ എന്ന് വെച്ചാൽ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നാണ് ലേസർ എന്ന വാക്ക്. നോക്കിയേ, ലേസർ ലേസർ എന്ന് പറയുന്ന വാക്ക് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ലേസർ, ഓക്കെ, ലേസർ. ആ വാക്ക് ശ്രദ്ധിച്ചോണം. സ്റ്റിമുലേറ്റഡ് എമിഷൻ. എന്താണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ? സ്റ്റിമുലേറ്റഡ് എമിഷൻ അല്ലേ? ശരിക്കും ലേസറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയാവുന്ന തന്നെ ഐഡിയ ഈ സ്റ്റിമുലേറ്റഡ് എമിഷനാണ്. സ്റ്റിമുലേറ്റഡ് എമിഷൻ. സ്റ്റിമുലേറ്റഡ് എമിഷൻ കണ്ടുപിടിക്കുന്നത് 1917 ആൽബർട്ട് ഐൻസ്റ്റീനാണ്. കേൾക്കുന്നുണ്ടോ? ആൽബർട്ട് ഐൻസ്റ്റീൻ 1917 എന്ത് കണ്ടുപിടിക്കുന്നത്? സ്റ്റിമുലേറ്റഡ് എമിഷൻ കണ്ടുപിടിക്കുന്നത് അല്ലേ? അതിനോടനുബന്ധിച്ചാണ് പിന്നീട് ലേസർ കണ്ടെത്തുന്നത്. നോക്കാം. അപ്പൊ നോക്കിയേ, ദ ടേം ലേസർ ഈസ് അക്രോണിം ഫോർ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ഓക്കെ, നോക്ക്. ആദ്യത്തെ ലേസർ എന്ന് പറയുന്നത് മെയ്മാൻ ആണ് കണ്ടുപിടിച്ചത്. മെയ്മാൻ 1960 ആദ്യത്തെ ലേസർ കണ്ടുപിടിച്ചത് അല്ലെ? യൂസിങ് റൂബി ക്രിസ്റ്റൽ ഉപയോഗിച്ച് കണ്ടുപിടിച്ചതാണ്. അതിന്റെ പേര് റൂബി ലേസർ എന്നാ, കേട്ടോ. റൂബി ലേസർ ഒരു സോളിഡ് സ്റ്റേറ്റ് ലേസർ ആണ് ഈ റൂബി ലേസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മെയ്മാൻ 1960 ആദ്യത്തെ ലേസർ കണ്ടുപിടിച്ചു, റൂബി ലേസർ. 1960 മെയ്മാൻ, റൂബി ലേസർ. 1917 ആൽബർട്ട് ഐൻസ്റ്റീൻ, സ്റ്റിമുലേറ്റഡ് എമിഷൻ. സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഓക്കെ, ഹീലിയം നിയോൺ ലേസർ എന്ന് പറഞ്ഞൊരു ലേസർ ഉണ്ട്. ഈ ലേസറിന്റെ പേരൊക്കെ ഓർത്ത് വെച്ചോണം. കാര്യം നേരത്തെ കഴിഞ്ഞുപോയ പരീക്ഷകളിൽ പല ടൈപ്പ് ലേസറിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഹീലിയം നിയോൺ ലേസർ സിലബസിനകത്ത് ഉണ്ടായിരുന്നില്ല. എന്നാലും ഹീലിയം നിയോൺ ലേസർ ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസ് സിലബസിനകത്തുനിന്ന്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഹീലിയം നിയോൺ ലേസർ എന്ന് പറയുന്നത് അലി ജവാൻ ആൻഡ് ഹിസ് കൊളാബറേറ്റ് കണ്ടുപിടിച്ചതാണ്. ഇതാണ് ഫസ്റ്റ് ഗ്യാസ് ലേസർ എന്ന് പറയുന്നത്. ഗ്യാസ് ലേസർ. അപ്പൊ നോക്കിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. എന്തൊക്കെയാ പറഞ്ഞത്? ലേസർ. ലേസർ എന്ന് വെച്ചാൽ എന്താ? ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ അല്ലെ? സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കണ്ടെത്തിയത് 1917 ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. 1960 മെയ്മാൻ ആണ് ആദ്യത്തെ ലേസർ കണ്ടുപിടിക്കുന്നത്. അത് റൂബി ക്രിസ്റ്റൽ ഉപയോഗിച്ചുള്ള റൂബി ലേസർ ആണ്. ഹീലിയം നിയോൺ ലേസർ ആണ് ഫസ്റ്റ് ഗ്യാസ് ലേസർ എന്ന് പറയുന്നത് കണ്ടെത്തിയത്. അലി ജവാനും അദ്ദേഹത്തിന്റെ കൂട്ടാളികളുമാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഈ ലേസർ കൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത്? ലേസർ എവിടേക്കാണ് ഉപയോഗിക്കുന്നത്? ലേസർ എവിടേക്കാണ് ഉപയോഗിക്കുന്നത്? നോക്കിക്കേ, ലേസർ പ്രധാനമായിട്ടും ഇൻഡസ്ട്രിയിലുണ്ട്. ഇൻഡസ്ട്രിയിൽ പ്രധാനമായിട്ടും ലേസർ കട്ടിങ്ങിന് ഉപയോഗിക്കുന്നു, അതുപോലെ ഡ്രില്ലിങ്ങിന് ഉപയോഗിക്കുന്നു, വെൽഡിങ്ങിന് ഉപയോഗിക്കുന്നു. അപ്പൊ നോക്കിയേ, ലേസറിന്റെ ചില ആപ്ലിക്കേഷൻസ് പരിചയപ്പെടാം. ലേസർ കൊണ്ട് നമുക്കുള്ള ചില ഗുണങ്ങൾ അറിഞ്ഞിരിക്കാം. നോക്കി എന്തൊക്കെയാ? കട്ടിങ്ങിന് വേണ്ടി ലേസർ കട്ടിങ് ഉണ്ട്. ലേസർ കട്ടിങ്. ലേസർ കട്ടിങ് എന്ന് പറയുമ്പോൾ അവിടെ സെറാമിക്സ്, ഗ്ലാസ്, പേപ്പർ, റൂബി, അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെക്സ്റ്റൈൽസ്, വുഡ്, പ്ലാസ്റ്റിക്സ്, ഇതിനെയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലേസർ കട്ടിങ് ഉപയോഗിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് CO2 ലേസർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലേസർ കട്ടിങ് നടത്തുന്നത്. ഓക്കെ, അപ്പം ലേസറിന്റെ ഒരു ആപ്ലിക്കേഷൻ ഇൻഡസ്ട്രിയിൽ ലേസർ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ലേസർ കട്ടിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്? സെറാമിക്സ്, ഗ്ലാസ്, പേപ്പർ, റൂബി, അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെക്സ്റ്റൈൽസ്, വുഡ്, പ്ലാസ്റ്റിക്, ഇതൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ലേസർ ഉപയോഗിക്കുന്നുണ്ട്, CO2 ലേസർ. ഓക്കെ, അതൊക്കെ ഡ്രില്ലിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഹോളുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലേസർ ഉപയോഗിക്കുന്നത്. അതിനകത്ത് നോക്കി എന്തൊക്കെയാണ്? ഡയമണ്ട്, അതുപോലെ റൂബിയില്, അതുപോലെ വാച്ച് ജുവൽസ്, ഇതിനകത്തൊക്കെ അല്ലെ എക്സ്ട്രീംലി സ്മോൾ ഹോൾസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ലേസറിനെ ഉപയോഗിക്കാറുണ്ട്. ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന ലേസർ പൾസ്ഡ് റൂബി ലേസർ, അതുപോലെ നിയോഡിമിയം ലേസർ ആണ്. നിയോഡിമിയം ലേസർ.
ശ്രദ്ധിച്ചോണം, ലേസറിന്റെ പേരുകളൊക്കെ നോക്കി വെച്ചോണം അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് ലേസർ, പൾസ്ഡ് റൂബി ലേസർ, നിയോഡിമിയം ലേസർ, നിയോഡിമിയം ലേസർ. ഓക്കെ, യെസ്. ഇൻഡസ്ട്രിയിൽ മറ്റൊരു കാര്യമാണ് എന്ത്, വെൽഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ലേസർ ആണ്. അപ്പൊ നോക്കിയേ, നമ്മൾ ലേസറിന്റെ ചില ആപ്ലിക്കേഷൻസ് പറയുകയാണ്. ലേസർ അല്ലെ, ലേസർ കട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന, ലേസർ കട്ടിങ്ങിന് വേണ്ടി നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ലേസർ ആണ് ഉപയോഗിക്കുന്നത്. ഡ്രില്ലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് റൂബി ലേസറും അതുപോലെ നിയോഡിമിയം ലേസർ ആണ്. വെൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ലേസർ ആണ്. ക്ലിയർ? ഓക്കെ, യെസ്. നോക്ക്, ലേസേഴ്സ് ഇൻ മെഡിസിൻ. മെഡിസിന്റെ കേസ് വരുമ്പോൾ ലേസറിന് അല്ലെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടോ നോക്കാം. നോക്ക്, ഹൈ എനർജി ഡെൻസിറ്റി ആൻഡ് ഡയറക്ഷനാലിറ്റി. പ്രത്യേകം ശ്രദ്ധിച്ചോണം, എന്താണ് ഹൈ എനർജി ഡെൻസിറ്റി ആൻഡ് ഡയറക്ഷനാലിറ്റി ആർ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേസർ. അല്ലെ, നോക്കിയേ, നമുക്ക് പ്രധാനമായിട്ടും ഈ പറഞ്ഞ ഹൈ എനർജി ഡെൻസിറ്റിയും അതുപോലെ ഡയറക്ഷനാലിറ്റി എന്ന് പറയുന്ന ലേസറിന്റെ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഉപയോഗിച്ച് സർജറി നടത്താൻ പറ്റും. ഒഫ്താൽമോളജിയിലുണ്ട്, ട്രീറ്റ്മെന്റ് ഓഫ് സ്കിൻ ഡിസീസസ് ഉണ്ട് അല്ലെ. ഇവിടെയൊക്കെ മെഡിസിൻ ഫീൽഡിൽ ലേസർ ഉപയോഗിക്കുന്ന എവിടെയൊക്കെയാണ് സർജറി ഉണ്ട്, ഒഫ്താൽമോളജി ഉണ്ട്, അതുപോലെ ട്രീറ്റ്മെന്റ് ഓഫ് സ്കിൻ ഡിസീസസ് അല്ലെ. ട്രീറ്റ്മെന്റ് ഓഫ് സ്കിൻ ഡിസീസസ് ഇവിടെയൊക്കെയാണ് പ്രധാനമായിട്ടും ലേസർ ഉപയോഗിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലേസർ സർജറികൾ അല്ലെ, ലേസർ സർജറികൾ, ലേസിക് സർജറികൾ, ലേസിക് സർജറികൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. ലേസർ, ലേസിക് സർജറികൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, യെസ്. മുന്നോട്ട് പോവാം. അപ്പൊ നോക്ക്, സർജറി, ഒഫ്താൽമോളജി, ട്രീറ്റ്മെന്റ് ഓഫ് സ്കിൻ ഡിസീസസ്, ഇവിടെയൊക്കെയാണ് നമ്മൾ ലേസേഴ്സ് ഉപയോഗിക്കുന്നത്. അതർ ആപ്ലിക്കേഷൻസ് നോക്കാം. മറ്റ് ആപ്ലിക്കേഷൻ നോക്ക്, ഹോളോഗ്രഫിയിലുണ്ട്, അതുപോലെ ലേസർ ഇൻഡ്യൂസ്ഡ് ഫ്യൂഷൻ, ലേസർ ഇൻഡ്യൂസ്ഡ് ഫ്യൂഷൻ, ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ലേസർ റേഞ്ച് ഫൈൻഡറിലുണ്ട്, മെട്രോളജിയിലുണ്ട്. മെട്രോളജി എന്താ, മെഷർമെന്റുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖയാണ്. മെഷർമെന്റ്സിന് വേണ്ടി നമ്മൾ ലേസറിനെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചേ, ലേസറിന്റെ മറ്റു ചില ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഹോളോഗ്രഫി, ലേസർ ഇൻഡ്യൂസ്ഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ ലേസർ വെച്ച് ഇൻഡ്യൂസ് ചെയ്യുന്നത്, ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ, ലേസർ റേഞ്ച് ഫൈൻഡർ, മെട്രോളജി. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ലേസറിന്റെ മറ്റു ചില ആപ്ലിക്കേഷൻസ്. തിരിച്ചു വരുന്നു അല്ലെ. ലേസറിനകത്ത് നമ്മൾ കണ്ട പ്രധാനപ്പെട്ട ഒരു വാക്ക് സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ ആണ്. സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ ഇതെന്താണെന്ന് നോക്കേണ്ടതുണ്ടല്ലോ. ഓക്കെ, എന്താണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ നോക്കാം. അതിനു മുമ്പ് അതിന്റെ ബേസിക് ആയിട്ട് വരുന്ന അബ്സോർപ്ഷൻ എന്താണെന്ന് നമുക്ക് പഠിക്കണം. അബ്സോർപ്ഷൻ നോക്കണം, എന്താണ് അബ്സോർപ്ഷൻ നോക്കാം. നോക്കിയേ, കൺസിഡർ എ സിസ്റ്റം ഹാവിംഗ് n മോളിക്യൂൾസ് ഓർ ആറ്റം. നമ്മളൊരു സിസ്റ്റം എടുക്കുക, ആ സിസ്റ്റത്തിനകത്ത് n മോളിക്യൂൾസോ ആറ്റംസോ ഉണ്ടെന്ന് കരുതുക. ഓക്കെ, ഫോർ സിംപ്ലിസിറ്റി ലെറ്റ് us assume that each molecule or atom has only 2 energy level. ഇവിടെ 2 എനർജി ലെവൽ ഉണ്ടെന്ന് മാത്രം എടുക്കുക. 2 എനർജി ലെവൽ. ഒന്നാമത്തെ എനർജി ലെവൽ എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റും രണ്ടാമത്തത് എക്സൈറ്റഡ് സ്റ്റേറ്റും ആണെന്ന് കരുതുക. എക്സൈറ്റഡ് സ്റ്റേറ്റ് അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നേ, ഒരു ആറ്റോ അല്ലെങ്കിൽ മോളിക്യൂൾ കൊടുക്കുന്ന അതിനകത്ത് 2 എനർജി ലെവൽ ഉണ്ടെന്ന് കരുതുന്നു. എന്തൊക്കെയാ, ഗ്രൗണ്ട് സ്റ്റേറ്റും ഉണ്ട്, എക്സൈറ്റഡ് സ്റ്റേറ്റും ഉണ്ട്. ക്ലിയർ? ഗ്രൗണ്ട് സ്റ്റേറ്റിന് ഞാൻ E1 എന്ന് കൊടുക്കുന്നു, എക്സൈറ്റഡ് സ്റ്റേറ്റിന് എന്തെന്ന് കൊടുക്കുന്നു, E2 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ശരി. അപ്പൊ ഇവിടെ എന്തുണ്ട്, n മോളിക്യൂൾസ് ഉണ്ട് അല്ലെ. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ മോളിക്യൂൾസ് ഉണ്ട് അല്ലെങ്കിൽ ആറ്റോ ഉണ്ട്. ഓക്കെ, ക്ലിയർ? യെസ്, ശ്രദ്ധിച്ചോണേ. അപ്പൊ നോക്കിക്കോ, എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി E1, എക്സൈറ്റഡ് സ്റ്റേറ്റ് എനർജി കിട്ടും. ഇവിടേക്ക് hν എനർജി ഉള്ളൊരു ഫോട്ടോൺ വന്ന് ഇൻസിഡന്റ് ചെയ്യുകയാണ്. എന്താ പറഞ്ഞേ, hν എനർജി ഉള്ളൊരു ഫോട്ടോൺ വന്ന് ഇൻസിഡന്റ് ചെയ്യുക. ശ്രദ്ധിച്ചോണേ, ഇവിടെ വന്ന് വീഴുന്ന ഫോട്ടോൺ എനർജി hν എന്ന് പറയുന്നത് ഈ എക്സൈറ്റഡ് സ്റ്റേറ്റും ഗ്രൗണ്ട് സ്റ്റേറ്റും തമ്മിലുള്ള എനർജി ഡിഫറൻസിന് തുല്യമായിരിക്കും. അപ്പൊ നോക്കിയേ, hν എന്ന് പറയുന്നത് E=hν ഫോട്ടോണിന്റെ എനർജി എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ hν എനർജി ഉള്ള ഒരു ഫോട്ടോൺ വന്ന് ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആറ്റംസിലോ അല്ലെങ്കിൽ മോളിക്യൂളിലോ വീഴുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് പറയാൻ പോകുന്നത്. നോക്കിയേ, അപ്പൊ hν എന്ന് പറയുന്നത് E2 - E1 തുല്യമാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത് നോക്കാം, ശ്രദ്ധിച്ചോണേ.
അബ്സോർപ്ഷൻ എന്ന് വെച്ചാൽ എന്താ? അപ്പൊ എച്ചിന് എനർജിയുള്ള ഫോട്ടോൺ വന്ന് വീഴുന്നു, ആ ഫോട്ടോൺ അന്ന് എനർജി അബ്സോർബ് ചെയ്തിട്ട് ഈ ഇരിക്കുന്ന അല്ലെ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾ എങ്ങോട്ട് പോകുന്നു? നമ്മുടെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ജമ്പ് ആവുന്നു. അപ്പം എനർജി അബ്സോർബ് ചെയ്തിട്ട് ഹയർ സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അബ്സോർപ്ഷൻ. ക്ലിയർ ആണോ? അപ്പൊ നോക്കി ഒന്നുകൂടെ നോക്കാം. ഒന്നുമില്ല, നോക്കിയേ, കൺസിഡർ എ സിസ്റ്റം ഹാവിംഗ് n molecules or atoms. For simplicity, yes, let us assume that each molecule or atom has only 2 energy level. 2 എനർജി ലെവലേ ഉണ്ടെന്ന് നമ്മൾ കണക്കാക്കും. നോക്കിയേ, ഒന്നെന്ന് പറയുന്ന ഗ്രൗണ്ട് ലെവലാണ്, അതിന്റെ എനർജി E1. അതുപോലെ രണ്ടാമത്തെന്ന് പറയുന്ന എക്സൈറ്റഡ് ലെവലാണ്, അതിന്റെ എനർജി E2. ശരിയല്ലേ? യെസ്. ഓർഡിനറി ടെമ്പറേച്ചറിനകത്ത് മോസ്റ്റ് ഓഫ് ദ മോളിക്യൂൾ എന്ന് പറയുന്നത് എവിടെ ആയിരിക്കും? ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും അല്ലെ? ഓർഡിനറി ടെമ്പറേച്ചറിൽ എന്താണ്? നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും മോസ്റ്റ് ഓഫ് ദ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. നോക്ക്, വെൻ വി അലോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഓഫ് ഫ്രീക്വൻസി ന്യൂ ഫ്രീക്വൻസി ഉള്ള ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ നമ്മൾ ഇവിടെ അലോ ചെയ്യാണ്. വേറെ എച്ച് ന്യൂ എന്ന് പറയുന്ന E2 - E1 തുല്യമാണ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാ? ഈ സിസ്റ്റമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ അങ്ങോട്ട് വിട്ടുകൊടുത്തത്. എന്ത് സംഭവിക്കും? സം ഓഫ് ദ മോളിക്യൂൾസ് അബ്സോർബ് റേഡിയേഷൻ അല്ലെ? ഈ വന്ന എനർജി അല്ലെങ്കിൽ ഈ റേഡിയേഷൻ എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് സ്റ്റേറ്റ് 1 നിന്ന് എങ്ങോട്ട് പോകുന്നു? സ്റ്റേറ്റ് 2 പോകുന്നു. ശരിയല്ലേ? ഇതിനെ വിളിക്കുന്ന പേര് ശ്രദ്ധിച്ച്, വിളിക്കുന്ന പേരെന്താണ്? ഇതിനെ വിളിക്കുന്ന പേര് ശ്രദ്ധിച്ചു, അതാ കിടക്കുന്ന പേര് സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ. എന്താണ്? സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് അബ്സോർപ്ഷൻ, സിംപ്ലി അബ്സോർപ്ഷൻ. ക്ലിയർ ആണോ? ഓക്കെ, കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് നമ്മൾ ഒരു ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ എടുക്കുകയാണ് അല്ലെ? ആണോ? ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ എടുക്കുകയാണ്, അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയി കാണുന്ന ഗ്രൗണ്ട് സ്റ്റേറ്റിൽ കുറെ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾ ഉണ്ടാവും. ശരിയല്ല? അതിന്റെ എനർജി ലെവൽ ഡയഗ്രമായി കാണുന്നത് 2 എനർജി ഉണ്ട്. ഒന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി, രണ്ടാമത്തെ എക്സൈറ്റഡ് സ്റ്റേറ്റ് എനർജി. ക്ലിയർ? അപ്പൊ നോക്കിയേ, കിട്ടിയ എനർജി കൊണ്ട് ലോവർ സ്റ്റേറ്റിൽ നിന്ന് ഹയർ സ്റ്റേറ്റിലേക്ക് പോയി. ഈ ഒരു പ്രോസസ് അബ്സോർപ്ഷൻ അല്ലെ? വന്നു വീണ റേഡിയേഷന്റെ അബ്സോർപ്ഷൻ കൊണ്ടാണ്. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്നവര് സിമുലേറ്റഡ് അബ്സോർപ്ഷൻ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് സിംപ്ലി അബ്സോർപ്ഷൻ എന്ന് വിളിക്കും. ക്ലിയർ? അബ്സോർപ്ഷൻ എന്ന് വിളിക്കും. ക്ലിയർ ആണേ? നോക്ക്, ആറ്റം പ്ലസ് ഫോട്ടോൺ അല്ലെ? ആറ്റവും ഫോട്ടോണും കൂടെ ചേർന്നിട്ട് ആറ്റം മേളിലൊരു സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? സ്റ്റാർ അല്ലെ? എന്താ ഉദ്ദേശിക്കുന്നേ? അല്ലെ? ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരുന്ന് ഏത് ഫോട്ടോൺ വന്ന് വീണു, അയാൾ ഏത് സ്റ്റേറ്റിലോട്ട് പോയി? എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അബ്സോർപ്ഷൻ എന്താണെന്ന് മനസ്സിലായോ? അല്ലെ? എനർജി അബ്സോർബ് ചെയ്തിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആള് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഇതാണ് അബ്സോർപ്ഷൻ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നു. നോക്കിക്കോണേ, അബ്സോർപ്ഷൻ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. നോക്കിയതാ, H എനർജിയുള്ള ഒരു ഫോട്ടോൺ വരികയാണ്. ആ ഫോട്ടോൺ വന്നിട്ട് നമുക്ക് കാണാം 2 എനർജി ലെവലുകൾ എവിടെ ഉള്ളത്? E1 E2. E1 വിളിക്കുന്ന പേര് ഗ്രൗണ്ട് സ്റ്റേറ്റ്, E2 വിളിക്കുന്ന പേര് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ശരിയല്ലേ? അങ്ങനെ വന്നു വീണിട്ട് എന്ത് സംഭവിച്ചു? നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരുന്ന ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ എവിടേക്ക് പോയി? എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി അല്ലെ? എനർജിയുടെ അബ്സോർപ്ഷൻ കാരണം അയാൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി. ഇതിനെ വിളിക്കുന്ന പേരാണ് അബ്സോർപ്ഷൻ അല്ലെങ്കിൽ സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത നോക്കിക്കേ, സ്പോണ്ടേനിയസ് എമിഷൻ. സ്പോണ്ടേനിയസ് എമിഷൻ നോക്കാം. എന്താ സംഗതി നോക്കാം. നോക്കിയേ, നമ്മൾ കണ്ടല്ലോ അബ്സോർപ്ഷൻ കാരണം നമ്മുടെ ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ എവിടേക്ക് പോയെന്ന്? എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയെന്ന് നമ്മൾ കണ്ടു. ശരിയല്ലേ? എന്താണ്? അബ്സോർപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കാരണം നമ്മുടെ ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ എവിടേക്ക് പോയി? എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി. ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആള് എന്ത് ചെയ്യാണ്? തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരികയാണ്. ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സുകൾ ഒന്നുമില്ല അല്ലെ? തന്നെ നടക്കുന്നതാണ് അല്ലെ? ആണോ? ആണ്. നോക്കിയേ, എക്സൈറ്റഡ് സ്റ്റേറ്റിനകത്ത് ഇരിക്കുന്ന നമ്മുടെ ആറ്റം അല്ലെങ്കിൽ മോളിക്യൂള് അല്ലെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരുന്നു. അപ്പൊ നേരത്തെ അബ്സോർബ് ചെയ്ത് വെച്ചിരുന്ന ആ എനർജിയെ പുറത്തോട്ട് വിടുന്നു. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്. വിളിക്കുന്ന പേരെന്തുവാ? സ്പോണ്ടേനിയസ് എമിഷൻ. സ്പോണ്ടേനിയസ് എമിഷൻ. നോക്കാം എന്താന്ന് നോക്കാം. ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് can spontaneously emit photon of energy h nu, that is E2 - E1.
ശരിയല്ലേ? നമുക്ക് ഇവിടെ ഇരിക്കുകയായിരുന്നു, അയാള് താഴോട്ട് വന്നു, എനർജി എമിറ്റ് ചെയ്ത് H-നും എനർജി ഉള്ള ആൾ എമിറ്റ് ചെയ്തു. നമ്മൾ നേരത്തെ കണ്ടത് E2 - E1 ആണ് ഇവർ തമ്മിലുള്ള എനർജി ഡിഫറൻസ് അല്ലെ. E2 - E1 ദാറ്റ് ഈസ് ഈക്വൽ ടു H-നും. അപ്പൊ നോക്കിയേ, എക്സൈറ്റഡ് സ്റ്റേറ്റിനകത്തൊന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് പോയ സമയത്ത് ആ ഫോട്ടോൺ അല്ലെ അക്സെപ്റ്റ് ചെയ്ത് വെച്ചിരുന്ന അല്ലെ അബ്സോർബ് ചെയ്ത് വെച്ചിരുന്ന എനർജിയെ ഫോട്ടോൺ രൂപത്തിൽ പുറത്തേക്ക് കളഞ്ഞു. ഇതവിടെ നടന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കിയേ, ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് ക്യാൻ സ്പോണ്ടേനിയസ്ലി എമിറ്റ് എ ഫോട്ടോൺ ഓഫ് എനർജി H-നും. അത് E2 - E1 തുല്യമാണ്. ശരിയല്ലേ? നോക്ക്, ദിസ് പ്രോസസ് ഓഫ് എമിഷൻ ഓഫ് ഫോട്ടോൺ വിത്തൗട്ട് ദ ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്റ്റേണൽ ഏജൻസി, എക്സ്റ്റേണൽ ഏജൻസികളുടെ ഒന്നും സഹായമില്ലാതെ എന്ത് ചെയ്യുന്നു? ഫോട്ടോണിനെ എമിറ്റ് ചെയ്യുന്നു. സ്പോണ്ടേനിയസ് ആയിട്ടുള്ള എമിഷൻ നടക്കുന്നു. അതുകൊണ്ട് വിളിക്കുന്ന പേര് സ്പോണ്ടേനിയസ് എമിഷൻ. സ്പോണ്ടേനിയസ് എമിഷൻ കിട്ടിയോ? സ്പോണ്ടേനിയസ് എമിഷൻ. നോക്കിയേ, ആറ്റം എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുകയായിരുന്നു, അയാള് അല്ലെ ആറ്റം നേരെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് പോയി, അതോടൊപ്പം ഒരു ഫോട്ടോണിനെയും പുറത്തോട്ട് വിട്ടു. അത് തന്നെ സംഭവം. അതാണ് ഇവിടെ സംഭവിച്ചത്. നമുക്ക് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് പോയി ഒരു ഫോട്ടോണിനെയും റിലീസ് ചെയ്തു. ക്ലിയർ ആണോ? അപ്പൊ നോക്കിയേ, നമ്മൾ പറഞ്ഞു വന്നത് അബ്സോർഷൻ പറഞ്ഞു, ഇപ്പൊ എന്താ പറഞ്ഞത്? സ്പോണ്ടേനിയസ് എമിഷൻ. ശരിയല്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ് പ്രധാനം അല്ലെ. ലേസറിനകത്തെ ആ വാക്ക് ഇതാണ്, സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്നുള്ള ആ വാക്ക് എന്താന്ന് നോക്കാം. നോക്കിക്കോണേ, ഇൻ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓർ ഇൻഡ്യൂസ്ഡ്, ആ വാക്ക് ശ്രദ്ധിച്ചോണേ, ഇൻഡ്യൂസ്ഡ് എമിഷൻ. സ്റ്റിമുലേറ്റഡ് എമിഷൻ മറ്റൊരു വാക്ക് എന്താണ്? ഇൻഡ്യൂസ്ഡ് എമിഷൻ. ഇൻഡ്യൂസ്ഡ് എമിഷൻ, സ്റ്റിമുലേറ്റഡ് എമിഷന്റെ മറ്റൊരു പേര് ഇൻഡ്യൂസ്ഡ് എമിഷൻ. ഇൻഡ്യൂസ്ഡ് എമിഷൻ നോക്ക്, ദ എക്സ്പോഷർ ഓഫ് ദ സിസ്റ്റം ടു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഓഫ് എനർജി H-നും ദാറ്റ് ഈസ് ഈക്വൽ ടു E2 - E1. നോക്കിയേ, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരുന്ന ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ എനർജി അബ്സോർബ് ചെയ്ത് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ പോയി, നമ്മൾ കണ്ടതാ. ശരിയല്ലേ? ആണ്. ആ സ്പോണ്ടേനിയസ് എമിഷൻ നടക്കുന്നതിന് മുമ്പ് നമ്മൾ വീണ്ടും കൊടുക്കുകയാണ് E is equal to H-നും അല്ലെ. H-നും എനർജി ഉള്ള ഒരു ഫോട്ടോനെ അങ്ങോട്ട് വിട്ടുകൊടുക്കുക. ശരിയല്ലേ? യെസ്. അപ്പൊ എന്തോ പറ്റും? അങ്ങനെ വരുമ്പോ അവിടെ എന്ത് നടക്കും? സ്റ്റിമുലേറ്റ് അല്ലെ എമിഷൻ ഓഫ് എനർജി അല്ലെ, എമിഷൻ ഓഫ് എന്ത്? ഫോട്ടോൺ ഓഫ് എനർജി H-നും അല്ലെ. ഇപ്പൊ ഇവിടെ എന്താണ്? എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഒരു ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ ഉണ്ട്, അതിലേക്ക് വീണ്ടും H-ന് എനർജി ഉള്ള ഒരാൾ വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ ഒരു ഫോട്ടോണിന്റെ അല്ലെ ഫോട്ടോണിനെ പുറത്തോട്ട് കളയുന്നതിന് സ്റ്റിമുലേറ്റ് ചെയ്യുമെന്ന്, അതിനെ പ്രോത്സാഹിപ്പിക്കുമെന്ന്. ഓക്കെ, ഒന്നുകൂടെ നോക്കിയേ, സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓർ ഇൻഡ്യൂസ്ഡ് എമിഷൻ എന്ന് പറയുന്നത് നമ്മുടെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആറ്റം അല്ലെങ്കിൽ മോളിക്യൂളർ സിസ്റ്റത്തിനകത്തോട്ട് നമ്മൾ വീണ്ടും എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഓഫ് എനർജി H-ന് ഇട്ട് കൊടുത്താൽ എന്ത് ചെയ്യുന്നു? ഫോട്ടോണിന്റെ എമിഷൻ നടക്കുന്നു അല്ലെ. സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കുകയാണ്. നോക്കിയേ, നേരത്തെ ഒരു ഫോട്ടോണോ പോയെങ്കിൽ ഇത്തവണ 2 ഫോട്ടോണോ. നമ്മളിപ്പം അങ്ങോട്ട് കൊടുത്ത ഫോട്ടോണും ആൾറെഡി അവിടെ ഇരുന്ന അല്ലെ എന്താണ് മോളിക്യൂളിനകത്തുള്ള എനർജിയും ഫോട്ടോണായിട്ട് പുറത്തോട്ട്. അപ്പൊ ഇവിടെ എത്ര? 2H-നും അല്ലെ. H-നും പ്ലസ് H-നും 2H-നും എനർജിയുള്ള ഫോട്ടോൺസ് പുറത്തോട്ട് പോകും. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. സ്റ്റിമുലേറ്റഡ് എമിഷൻ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് എമിഷൻ എന്ന് പറയും. നോക്കിയേ, ദ സ്റ്റിമുലേറ്റഡ് എമിഷൻ പ്രോസസ് വിച്ച് വാസ് സജസ്റ്റഡ് ബൈ ഐൻസ്റ്റീൻ അല്ലെ. ഐൻസ്റ്റീൻ ആണ് ഇങ്ങനെ ഒരു ആശയത്തെ പറ്റി പറയുന്നത് 1917. ക്ലിയർ ആണോ? അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാ? അബ്സോർപ്ഷൻ, ശരിയല്ലേ? അബ്സോർപ്ഷൻ, പിന്നെ സ്പോണ്ടേനിയസ് എമിഷൻ, പിന്നെ പറഞ്ഞ എന്താ? സ്റ്റിമുലേറ്റഡ് എമിഷൻ അല്ലെ. സ്റ്റിമുലേറ്റഡ് എമിഷൻ 3 പ്രോസസ്സും കിട്ടിയോ? സ്റ്റിമുലേറ്റഡ് എമിഷൻ 3 പ്രോസസ്സും കിട്ടിയോ? 3 പ്രോസസ്സും കിട്ടി. എന്തൊക്കെയാ? അബ്സോർപ്ഷൻ അല്ലെ, സ്പോണ്ടേനിയസ് എമിഷൻ, സ്റ്റിമുലേറ്റഡ് എമിഷൻ, 3 പ്രോസസ്. ക്ലിയർ? ഈ 3 പ്രോസസ്സും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മുന്നോട്ട് പോവാം. നോക്ക്, റേഡിയേറ്റീവ് ആൻഡ് നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. കാര്യമൊന്നുമില്ല, വലിയ പ്രാധാന്യമുള്ള മേഖലയല്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. നോക്കിയേ, ട്രാൻസിഷൻ ബിറ്റ്വീൻ എനർജി ലെവൽസ് that occur with absorption or emission of radiation called radiative transition. നോക്കിയേ, എന്താ പറയുന്നത്? ട്രാൻസിഷൻ ബിറ്റ്വീൻ എനർജി ലെവൽ അല്ലെ. എനർജി ലെവലിൽ തമ്മിലുള്ള അല്ലെ എനർജിയുടെ ഒരു കൈമാറ്റം അല്ലെങ്കിൽ ഒരു മാറ്റം,
അതിന് എന്തൊക്കെയാ കാരണമായിട്ട് വരുന്നത്? ഒന്നെങ്കിൽ വരുന്ന എനർജി അബ്സോർബ് ചെയ്യാം, എനർജി അബ്സോർബ് ചെയ്തിട്ട് അല്ലെ ട്രാൻസിഷൻ സംഭവിക്കാം, അല്ലെങ്കിൽ എനർജി എമിറ്റ് ചെയ്തിട്ട് ട്രാൻസിഷൻ സംഭവിക്കാം. ഇങ്ങനെ എനർജി അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുള്ള ട്രാൻസിഷൻ അതിനെ വിളിക്കുന്ന പേരാണ് റേഡിയേറ്റീവ് ട്രാൻസിഷൻസ്. ഓക്കെ, എന്താ പറഞ്ഞേ? ട്രാൻസിഷൻ ബിറ്റ്വീൻ എനർജി ലെവൽസ് ദാറ്റ് ഒക്കർ വിത്ത് അബ്സോർഷൻ ഓർ എമിഷൻ ഓഫ് റേഡിയേഷൻ അതിനെ വിളിക്കുന്ന പേരെന്താണ്? റേഡിയേറ്റീവ് ട്രാൻസിഷൻസ് അല്ലെ. അപ്പൊ നോക്കി അടുത്ത എന്തായിരിക്കും? നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ എന്തായിരിക്കും? ട്രാൻസിഷൻസ് ദാറ്റ് ഒക്കർ വിത്തൗട്ട് അബ്സോർഷൻ ഓർ എമിഷൻ ഓഫ് റേഡിയേഷൻ അല്ലെ. എന്താണ്? എനർജിയുടെ അല്ലെങ്കിൽ റേഡിയേഷന്റെ അബ്സോർഷനോ അതുപോലെ എമിഷനോ ഇല്ലാതെ നടക്കുന്ന അല്ലെ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ. നോക്കിയേ, ട്രാൻസിഷൻസ് ദാറ്റ് ഒക്കർ വിത്തൗട്ട് അബ്സോർഷൻ ഓർ എമിഷൻ ഓഫ് റേഡിയേഷൻ are called radiative transitions. Clear ആണ്? നോക്കിക്കോണം. Yes, non-radiative transition occur mainly because of exchange of energy between the system and surroundings. അല്ലെ, നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ നടക്കുന്ന എന്തുകൊണ്ടാണ്? എനർജി എക്സ്ചേഞ്ച്, സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിലുള്ള എനർജി എക്സ്ചേഞ്ച് കാരണമാണ് എന്ത്? നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻസ് നടക്കുന്നത്. ഓക്കെ, ഈ നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ലേസർ മെറ്റീരിയൽസിനകത്ത് കോമൺ ആയിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ട്രാൻസിഷൻ രീതിയാണ്. ലേസറിനകത്ത് നമുക്ക് കോമൺ ആയിട്ട് കാണാൻ സാധിക്കുന്ന ഒരു രീതിയാണ് ഈ നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ. അപ്പൊ നോക്കിയാൽ റേഡിയേറ്റീവ് ട്രാൻസിഷൻ ഉദ്ദേശിക്കുന്നത് ട്രാൻസിഷൻ നടക്കണമെങ്കിൽ എനർജിയുടെ അല്ലെങ്കിൽ റേഡിയേഷന്റെ അബ്സോർഷൻ ഓഫ് എമിഷൻ കാരണമാണ് അല്ലെ. റേഡിയേഷന്റെ അബ്സോർഷനോ എമിഷനോ കാരണം നടക്കുന്ന ട്രാൻസിഷനെ വിളിക്കുന്ന പേരാണ് റേഡിയേറ്റീവ് ട്രാൻസിഷൻസ്. ഓക്കെ, യെസ്, ശ്രദ്ധിച്ചോണേ. നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ എന്ന് വെച്ചാൽ എന്താ? എനർജിയുടെ എക്സ്ചേഞ്ച്, സിസ്റ്റവും സറൗണ്ടിങ്സ് തമ്മിലുള്ള എനർജിയുടെ എക്സ്ചേഞ്ച് കാരണം നടക്കുന്ന അല്ലെ ട്രാൻസിഷൻ ആണ് എന്ത്? നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ. ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ പ്രത്യേകത ഇവിടെ റേഡിയേഷന്റെ അബ്സോർഷനോ എമിഷനോ നടക്കുന്നില്ല എന്നുള്ളതാണ്. ശരിയല്ലേ? ലേസർ മെറ്റീരിയൽസിനകത്ത് നമുക്ക് കോമൺ ആയിട്ട് കാണാൻ കഴിയുന്ന ഒരു ട്രാൻസിഷൻ ആണ് നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ. ക്ലിയർ? ഓക്കെ, മുന്നോട്ട് പോവാം.